ആദ്യം വലത് നിരീക്ഷകൻ ബി റെജിയിലേക്ക് പോകുകയാണ്. ബി റെജി, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അങ്ങ് ഈ കൊട്ടാരക്കരയിൽ നടന്ന ഈ സംഭവം അറിഞ്ഞു കാണുമല്ലോ. +1 വിദ്യാർത്ഥിനിയായ ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം നടന്നു. മാത്രവുമല്ല, ഈ മതം മാറിയാൽ വലിയൊരു തുക കിട്ടുമെന്നുകൂടി ഈ പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ ആ കുട്ടി സ്വധർമ്മം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുവാനോ ഒന്നും തയ്യാറായില്ല. പിന്നീട് ഭീഷണിപ്പെടുത്തലായി, സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റുമെന്നടക്കമുള്ള വലിയ ഭീഷണികൾ വന്നു. ഒടുവിൽ വീട്ടുകാർ ഇടപെട്ടാണ് ആ കുട്ടിയെ ഈ വലിയ കുരുക്കിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ഒരു വലത് നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങ് ഈ വാർത്തയെ കാണുന്നത്? നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യവും പൗരാവകാശവും മൗലിക അവകാശങ്ങളും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ ഇത് മറ്റു രാജ്യങ്ങളെ പോലെയുള്ള, കാരണം ഇതൊരു ഡെമോക്രസിയാണ്, ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് വർഗീയമായി ആളുകളെ ചേരി തിരിഞ്ഞ് സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന സംഘപരിവാർ സംഘടനകളുടെ പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് വിഷയം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കേസുകളും ഉണ്ടായിട്ടില്ലെന്നും പാർലമെന്റിൽ പോലും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഇന്ന് വരെ ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കേരളത്തിൽ പോലുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലവ് ജിഹാദ് എന്ന വിഷയം വീണ്ടും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തെ ജാതീയമായി വർഗീയമായി വേർതിരിച്ച് നടത്തിക്കൊണ്ട് സമൂഹത്തിൽ കലഹവും അന്തഛിദ്രവും ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് വാർത്തകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പരന്നു വരുന്നത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം സൗഹാർദ്ദത്തോടെ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള സൗഹാർദ്ദത്തെ തുരങ്കം വെച്ചുകൊണ്ട് ജാതീയമായി, അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അല്ലെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ തമ്മിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാൻ, സംഘർഷം സൃഷ്ടിക്കുവാൻ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുകയാണ്, അവര് രൂപകൽപ്പന ചെയ്യുകയാണ്. അതൊരു രണ്ടാം തലത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നോക്കൂ, ഈ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വന്ന ഒരു സംഭവം, അതിൽ സംഘപരിവാറിന് എന്താണ് ബന്ധം? സംഘപരിവാറിന്റെ ആരുമല്ല ആ പെൺകുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു കാര്യം നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇടത് വലത് മുന്നണികൾക്ക് ഹാലിളകുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത്തരത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് വന്നൊരു റിപ്പോർട്ടാണ്. അതല്ലാതെ ഇതെങ്ങനെയാണ് സംഘപരിവാർ ബോധപൂർവം ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നത്? പൂയപ്പള്ളി പോലീസിൽ കേസ് കൂടിയുണ്ട്. ആ പ്രതിക്കെതിരെ പോക്സോ ആക്ട് അനുസരിച്ച് കേസെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് നിലവിൽ എന്നാണ് മനസ്സിലാകുന്നത്. നോക്കൂ, ഒരു പോക്സോ കേസ് എടുത്തു എന്ന് പറയുന്നതിനെ നിങ്ങൾ എന്തിനാണ് ഈ ലവ് ജിഹാദ് എന്ന വിഷയത്തിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടുന്നത്? നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഗൗരവം അങ്ങ് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അഥവാ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണോ അങ്ങയുടെ ശ്രമം എന്നും ഞാൻ സംശയിക്കുന്നു. കാരണം ഇതിൽ ആ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട്, നീ കുറിയിട്ട് വരുന്നത്, പൊട്ടുതൊട്ട് വരുന്നത്, അമ്പലത്തിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പ്രണയിതാവാണ് പറയുന്നത്, ഹൈന്ദവ വിശ്വാസം വിട്ട് നീ ഇസ്ലാം മതത്തിലേക്ക് വരണം, സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റണം. മാത്രവുമല്ല, ഇതിന് നിന്നെ മതം മാറ്റിയാൽ വലിയൊരു തുകയാണ് ലഭിക്കാൻ പോകുന്നത്, ഇത് വച്ച് നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലുള്ള അപകടം കാണാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നോക്കൂ, ഈ വിഷയം ജനം TV ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെ ഇതിന് വർഗീയമായിട്ടുള്ള ഒരു നിറം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. 2, നമ്മുടെ മതേതരത്വ ഭരണഘടനയിൽ, അതായത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനുമുള്ള മൗലിക അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പ്രണയം എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ള ഒരു വസ്തുതയാണോ? നമ്മുടെ സമൂഹത്തിൽ ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ
പ്രണയിക്കുകയോ അല്ലെങ്കിൽ അവർ വിവാഹത്തിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യുന്നത്, അതിന്റെ ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനെയൊക്കെ നിങ്ങൾ ഈ വർഗീയമായിട്ട് ഇതിനെ തരംതിരിച്ച് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ സംഘപരിവാറിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിനെ എന്തിനാണ് കൊണ്ട് വഴിതിരിച്ചു വിടുന്നത്? ഇത് നമ്മുടെ സമൂഹത്തിലെ നാം പിന്നോട്ടടിക്കുകയും നമ്മുടെ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതല്ലേ? നമ്മുടെ കേരളത്തിൽ ഒരിക്കൽ പോലും ഒരു ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിപ്പെട്ടിട്ടില്ല. പല അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ആരോപണങ്ങൾ അതിവിടെ ബി റജി, ചാങ്കൂർ ബാബ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു മതം മാറ്റക്കാരനെ വളരെ കൃത്യമായി UP പോലീസ് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അയാൾക്ക് 500 കോടി രൂപയാണ് ഇത്തരത്തിൽ അന്യമതസ്ഥരായ യുവതികളെ പ്രണയിച്ച് ഈ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൽ 500 കോടി രൂപയുടെ വിദേശ ഫണ്ട് അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മുടെ ഏജൻസികൾ ആ വിഷയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കൂ, ഈ നമ്മുടെ കൊട്ടാരക്കരയിലെ വിഷയം എന്ന് പറയുന്നത് വെറും പ്രണയം എന്ന് നിങ്ങൾ അങ്ങനെ തള്ളിപ്പറയില്ലേ? ഇതിന്റെ അകത്തുള്ള ഒരു ഭീകരത നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് വലിയ ചോദ്യമായി ഉയരുന്നത്. മതം മാറ്റുക എന്ന് ചിലപ്പോൾ ചില പ്രണയ വിവാഹങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഇത് പറയുന്നത് അങ്ങനെയല്ലല്ലോ. മതപരിവർത്തനം നടത്തിയാൽ പണം കിട്ടുന്നു. തനിക്ക് പിന്നിൽ കുറേയേറെ ആളുകളുണ്ട്. ആലപ്പുഴയിലുള്ള ഒരു വ്യക്തിയുടെ കാര്യം കൂടി ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംഘടിതമായി ഒരു സംഘം തന്നെ ഇത്തരത്തിൽ അന്യമതസ്ഥരായ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഒരു സംഘടിത ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ നിസ്സാരമായി പ്രണയത്തിന്റെ ആ 3 അക്ഷരത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നതാണോ റിജി? നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. അതായത് നമ്മുടെ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തെ ശിഥിലമാക്കുക, ശിഥിലീകരിപ്പിക്കുക, വർഗീയമായിട്ട് ചേരിതിരിവ് സൃഷ്ടിക്കുവാൻ അതിനു വേണ്ടുന്ന പണിപ്പാട് നടത്തുക. നമ്മുടെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ ഉണ്ടല്ലോ. അവരുടെ തെളിവ് വരികയോ അല്ലെങ്കിൽ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷമോ അതിനെ സംബന്ധിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തുകയായിരിക്കില്ലേ ഉചിതം? നമ്മൾ ദയവായി തുടരുക. ഇപ്പോൾ ഈ +1 വിദ്യാർത്ഥിനി, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന കുട്ടിയുടെ അമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സഹോദരി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാം. സഹോദരി, ഈ വിഷയം വളരെ കൃത്യമായി പ്രണയം നടിച്ച് മതം മാറ്റം, അതുപോലെ സത്യസരണിയിൽ കൊണ്ടുപോയി 15 ദിവസത്തെ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു, പണം ലഭിക്കുമെന്ന് പറയുന്നു. ഇത് ഒരു നിസാര പ്രണയമാണ്. ഒരു പ്രണയത്തിന് ഇങ്ങനെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കരുത് എന്നാണ് ഉയരുന്ന വാദം. ഇതിൽ എന്താണ് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്? ഹലോ, കേൾക്കാമോ പറയുന്നത്? പറയുന്നത് കേൾക്കാം മാഡം. ഇത് എനിക്ക് മനസ്സിലായ ഒരു കഥ എന്ന് പറയുന്നത്, മോള് പറഞ്ഞതിന്റെ ഭൂരിഭാഗം കഥകളും മതം മാറ്റി അവരെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുക എന്നൊരു ദൗത്യം ആയിരുന്നില്ല അവരുടേത്. യെസ്, അതായത് കുറെ ആളുകൾ തനിക്ക് പുറകിലുണ്ട് എന്ന് ഈ മകളെ ശല്യപ്പെടുത്തിയ ആൾ പറയുകയായിരുന്നു അല്ലേ? അതെ അതെ. ഇത് എന്റെ മോളോട് പറഞ്ഞത് പൊന്നാനി എന്നൊരു സ്ഥലത്ത് കൊണ്ടുചെന്ന് മതപഠനത്തിനുള്ള ഒരു ക്ലാസ് ഉണ്ട്, അവിടെ കൊണ്ടാക്കിയിട്ട് ഗൾഫിലേക്ക് പോകുമെന്നാണ് അയാൾ എന്റെ മോളോട് പറഞ്ഞിരുന്നത്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. റജി, താങ്കൾ കേട്ട് കാണുമല്ലോ അമ്മയുടെ വാക്കുകൾ. ഇത് ഒരു കുടുംബത്തിനകത്ത് നടന്ന കാര്യമാണ്. പക്ഷേ ഇത് സമൂഹത്തിൽ വ്യാപകമായി വരുന്ന വലിയൊരു അപകടത്തെ തുറന്നു കാണിക്കുക കൂടി ചെയ്യുന്നതാണ്. റജി, ഇത്തരത്തില് ഒരു പെൺകുട്ടിയുടെ, ഒരു മൈനർ പെൺകുട്ടിയുടെ ഒരു പരാതിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന ഒരു നിഗമനത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് അതിനെ അത്തരത്തിൽ ഇതിനെ വഴിതിരിച്ചു വിടുവാൻ, അതിനെ ആ പേര് തന്നെ വിളിക്കാനേ സൗകര്യമുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്.